ദീപാവലിയില്ലേ അപ്പോൾ നമുക്ക് പടക്കം പൊട്ടിച്ചാലോ? രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങുന്നത്. ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് ബോക്സ് ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഞാനാട്ടോ ബോക്സൊക്കെ പൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് അച്ഛനും ഞാനും കൂടെ എന്തൊക്കെ ഐറ്റം പടക്കമൊക്കെ ഉണ്ടെന്ന് നോക്കുമായിരുന്നേ. ഒത്തിരി വെറൈറ്റി പടക്കമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും അച്ഛമ്മയും കൂടെ കേട്ടോ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. പണ്ടൊക്കെ ദീപാവലി വരുമ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ ഞാനുണ്ടല്ലോ റൂമിൽ കയറി ഒളിച്ചിരിക്കുമായിരുന്നു. കാരണം പണ്ട് എനിക്ക് ഈ പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണേ. പൂത്തിരി ഇതൊക്കെ കത്തിക്കുമ്പോൾ മാത്രമേ ഞാൻ പുറത്ത് നിന്നിട്ട് പടക്കം പൊട്ടിക്കുക അച്ഛൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓടി റൂമിൽ ഒളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും അനിയനും അനിയത്തിയും കൂടെ ഇങ്ങനെ പൂത്തിരിയെ കത്തിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ പൂത്തിരി എത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ദീപാവലി ഞാൻ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടാണ് ഈ ദീപാവലി വരുന്നതിന് ഒരാഴ്ച മുമ്പേ തോക്കും പൊട്ടാസൊക്കെ വാങ്ങിയിട്ട് പൊട്ടാസൊക്കെ പൊട്ടിക്കുന്നതൊക്കെ നല്ല ഒരു ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് അച്ചമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ പൂത്തിരി. അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യും. ബാക്കി ഇരുന്ന പടക്കമൊക്കെ അച്ഛൻ കുറേ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു തറച്ചക്രം കത്തിച്ച് ഒരു 10:30 നമ്മൾ പരിപാടിയിൽ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉറങ്ങിയില്ലേ? അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.